ഭാരത് ജോഡോ ന്യായയാത്രയ്ക്കെതിരായ ആക്രമണങ്ങൾക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ്. അസമിൽ ബി നടത്തുന്നത് ആസൂത്രിത ആക്രമണങ്ങളാണെന്ന് പാർട്ടി കുറ്റപ്പെടുത്തി. ബി ഫാസിസത്തിന്റെ തെളിവെന്ന് എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പറഞ്ഞു. ബിനിൽ പോത്തൻ ബാബു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബിനിൽ, ഇനി എത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം? കൂടുതൽ വിവരങ്ങൾ. ജില്ലാ സംസ്ഥാന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം നടത്തണമെന്നാണ് ഇന്നലെ രാത്രി വൈകി കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പുറത്തുവിട്ടിട്ടുള്ള വാർത്താക്കുറിപ്പിൽ PCCകളോടും DCCകളോടും ആവശ്യപ്പെട്ടിട്ടുള്ളത്. അസമിൽ ഭാരത് ജോഡോ യാത്ര ഇന്നലെ അരുണാചൽ പ്രദേശ് അതിർത്തിയിൽ നിന്ന് മാറി പ്രവേശിച്ച ശേഷം ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, ആക്രമണങ്ങൾ, അത് ഭാരത് ജോഡോ യാത്ര പൂർണ്ണമായും തടയുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളൊരു ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധിയും BJPയുടെ പ്രവർത്തകരും നേർക്ക് നേരെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. CRPF സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ടാണ് രാഹുലിനെ വാഹനത്തിലേക്ക് മടക്കി അയക്കുകയും ചെയ്തത്. ഇതിനിടെയുണ്ടായ സംഘർഷത്തിനിടെയാണ് അസമിലെ PCC അധ്യക്ഷൻ ഉൾപ്പെടെ ശരീരത്തിന് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധം നടത്തണമെന്നൊരു ആഹ്വാനം ഇപ്പോൾ എന്തായാലും AICC നടത്തുകയും ചെയ്തിരിക്കുന്നത്. അസമിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ ഈ യാത്ര തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നൊരു ആരോപണം കൂടി കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നു. അധികാരം ഉപയോഗിച്ചുകൊണ്ട് BJPയുടെ ഫാസിസ്റ്റ് നയങ്ങളിലൂടെ യാത്രയിലെ നേതാക്കളെയും പൂർണ്ണമായും ആക്രമിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിനെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഒരുക്കും. അസമിൽ ഏറ്റവും മികച്ച രീതിയിൽ രാജ്യത്ത് ഇതിനോടകം തന്നെ നടത്തിയിട്ടുള്ള യാത്രയിലെ ഏറ്റവും മികച്ച ഒരു ഘട്ടമായിരിക്കും അസമിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നടത്തുക എന്നുള്ളൊരു സൂചനയാണ് എന്തായാലും കോൺഗ്രസ് വിവരങ്ങളാണ് ബിനിൽ പോത്തൻ ബാബു നൽകിയത്.